എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. ഭാര്യയുടെ ഹർജി തള്ളി. SIT അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്വതന്ത്രമായിരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം. അപ്പീൽ നൽകുമെന്ന് ഭാര്യ മഞ്ജുഷ പറഞ്ഞു. ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. തൃപ്തികരമല്ല. ഹർജി പറഞ്ഞ കാര്യങ്ങൾ ആ സംശയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയം. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ്, CBI അന്വേഷണം വേണമെന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രതിപക്ഷം അടക്കം ആരോപിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു SIT അന്വേഷണം തുടരാം. മാത്രമല്ല കുറ്റപത്രം DIGയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണമെന്ന് കൂടി പറഞ്ഞു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ? അല്പം മുമ്പാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൽ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SITയുടെ അന്വേഷണം തുടരാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ CBI അന്വേഷണം വേണം, സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം അല്ല ഇപ്പോൾ നടക്കുന്നത്. ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ് പ്രതികൾ, അതുകൊണ്ട് തന്നെ അന്വേഷണം സുതാര്യമല്ല, ഇത് കൊലപാതകമാണ് എന്ന് വരെ ഞങ്ങൾ സംശയിക്കുന്നു, ആത്മഹത്യയാണോ എന്ന് പോലും സംശയമുണ്ട്, കൊലപാതകത്തിൻ്റെ സൂചനകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ CBIയുടെ അന്വേഷണം വേണം, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റൊരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്, അതുകൊണ്ട് CBI വേണം. ഇതായിരുന്നു ഈ ഹർജിയിലെ പ്രയർ. ആ പ്രയർ പൂർണ്ണമായും കോടതി തള്ളി. കോടതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൽ വിശദമായി വാദം കേട്ടിരുന്നു. സർക്കാർ വ്യക്തമാക്കിയ കാര്യം, ഇതിൽ സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം തുടരുകയാണ്. അതിന് കണ്ണൂർ SP ആണ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം കണ്ണൂർ റേഞ്ച് DIG മേൽനോട്ടവും വഹിക്കുന്നുണ്ട്. സുതാര്യമായ അന്വേഷണം നടക്കുന്നു. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. മാത്രമല്ല ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ എങ്കിലും അതിൻ്റെ സാധ്യതകളും പരിശോധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി അവസാനിപ്പിച്ചിരിക്കുന്നത്, തള്ളിയിരിക്കുന്നത്. അതിൽ പറയുന്നത് CBI അന്വേഷണം ആവശ്യമില്ല, ഇപ്പോൾ നടത്തുന്ന SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തുടരാം, ഇപ്പോൾ നടത്തുന്നത് പോലെ കണ്ണൂർ റേഞ്ച് DIG മേൽനോട്ടം വഹിക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ അന്വേഷണ പുരോഗതി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ അറിയിക്കാനും SIT തയ്യാറാവണം എന്നത് മാത്രമാണ് കൂടുതലായി എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഭാഗം. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരും പോലീസും ഇതുവരെ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തി കോടതിക്കില്ല. മാത്രവുമല്ല കോടതി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ CBIയുടെ നിലപാട് ഇതിൽ ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. നമുക്കൊക്കെ അറിയുന്നത് പോലെ പല കേസുകളും ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു വരുമ്പോൾ സാധാരണ നിലയിൽ അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ലാത്ത കേസാണെങ്കിൽ തങ്ങൾക്ക് അതിനുള്ള മാൻ പവർ ഇല്ല, സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ ആയിരുന്നു CBI നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. CBI അന്വേഷണത്തെ CBI തന്നെ എതിർക്കുന്നൊരു കാര്യമാണ് മിക്കവാറും കേസുകളിൽ ഉണ്ടാവുക. പക്ഷേ CBIക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ദൗത്യം പൂർത്തിയാക്കാനുള്ള ഏതെങ്കിലും കേസുകളിൽ മാത്രം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് അങ്ങോട്ട് കയറി പറയുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് തന്നെ ഇതിലും സംഭവിച്ചു. ഈ ഹർജി വന്നപ്പോൾ തന്നെ CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ കോടതി അതൊന്നും മുഖവിലേക്കെടുത്തില്ല. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട്, അതിൻ്റെ കേസ് ഡയറി, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതി മുഖവിലേക്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ഈ അന്വേഷണ സംഘവുമായി സംസാരിച്ച് കുടുംബാംഗങ്ങൾക്ക് തൃപ്തി വരുത്താവുന്നതാണ്, അവരെ അറിയിക്കേണ്ടതാണ് എന്ന് മാത്രം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ യാതൊരു നിർദ്ദേശവുമില്ല. ഇപ്പോൾ നടത്തുന്നത് പോലെ കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തുടരട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സലി, ഇതിനകത്ത് മറ്റൊരു കാര്യത്തിൽ കൂടി ഹൈക്കോടതി വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതിൽ സാധാരണ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ CBI ഏജൻസി വരട്ടെ, ദേശീയ അന്വേഷണ ഏജൻസി വരട്ടെ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളോടുള്ള വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ആ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്ന വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ഏജൻസി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം അതേപടി തന്നെ തുടരട്ടെ. ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ആശങ്കകളുണ്ടെങ്കിൽ അത് SIT പരിഹരിക്കുകയും വേണം. പക്ഷേ വലിയൊരു ക്ലീൻ ചിറ്റ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് ആ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ് ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടലിലൂടെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും
പൊളിറ്റിക്കലി LDF മുന്നോട്ട് വെച്ച ഈ കേസിലെ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിനും പോലീസിനും ഇക്കാര്യത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നതായിരുന്നു ഹർജിക്കാരിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം. അത് ചേർത്ത് വെച്ചാണ് CBIയും ഏറ്റെടുത്ത് കളയാം എന്ന നിലപാടെടുത്തത്. അപ്പം CBIക്കും കേരളത്തിൽ നിന്ന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിനും അതിന് വലിയ പ്രചാരം നൽകിയ ഒരു പറ്റം മാധ്യമങ്ങൾക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ വാദങ്ങളും കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെയോ മേൽനോട്ടത്തിൻ്റെയോ പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരം കേസുകളിൽ കൃത്യമായ ഇടവേളകളിൽ അന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കൂ എന്നെങ്കിലും കോടതി പറയാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറഞ്ഞില്ല. കോടതി പറഞ്ഞത് അത് റേഞ്ച് DIG തന്നെ മേൽനോട്ടം വഹിക്കട്ടെ, അന്വേഷണ പുരോഗതി റേഞ്ച് DIG വിലയിരുത്തട്ടെ എന്നുള്ളതാണ്. വേണമെങ്കിൽ കോടതിക്ക് CBI അന്വേഷണം വേണ്ട, പക്ഷേ കോടതി യഥാസമയം അറിയിക്കണമെന്ന് പറയാമായിരുന്നു. അതുപോലും കോടതി പറഞ്ഞില്ല. കോടതി പറഞ്ഞത് പോലീസ് സംവിധാനം, അതായത് റേഞ്ച് DIG എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സംവിധാനങ്ങളാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ഇപ്പോഴത്തെ അന്വേഷണം അത് തൃപ്തികരമാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം തർക്കമില്ല. ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ ശ്രമിച്ച ഒരു കേസാണ്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു ആ സംഭവം, ആത്മഹത്യ നടക്കുന്നത്. ആ ആത്മഹത്യ കൊലപാതകമായി വ്യാഖ്യാനിക്കാൻ, അതിന് പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ അത്തരത്തിലൊക്കെ വലിയ ശ്രമങ്ങൾ നടന്ന ഒരു കേസാണിത്. ആ കേസിൻ്റെ അത്തരത്തിൽ അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന ഘട്ടത്തിലാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉയർന്നു വന്നത്. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ CBI അന്വേഷണമാണ് ഏറ്റവും ഉചിതം എന്നും പ്രതിപക്ഷത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാവണം അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം കോടതി അംഗീകരിച്ചതേയില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ കോടതിക്ക് വാക്കാൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോടതി ഇതിൻ്റെ വാദത്തിനിടെ പലപ്പോഴും അന്വേഷണം തൃപ്തികരമാണ് എന്ന രീതിയിൽ പല കമൻറ്റും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ കോടതിക്ക് ഈ കേസിൽ എന്താണ് നിലപാട്, ഈ കേസിൻ്റെ ഫയൽ, കേസ് ഡയറിയും അന്വേഷണ പുരോഗതിയും എല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി വാക്കാൽ പറഞ്ഞത്, അന്ന് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ പറഞ്ഞത് ഇതിൽ നല്ല നിലയിലാണല്ലോ മുന്നോട്ട് പോകുന്നതെന്ന് പല ഘട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇന്ന് അല്പം മുമ്പ് ഹൈക്കോടതിയിൽ അന്തിമ ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചപ്പോൾ അതിൽ പറയുന്നത് CBI അന്വേഷണം വേണ്ട, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്ന് തന്നെയാണ്. കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ അവസാനത്തെ പാരഗ്രാഫ് മാത്രമേ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് വായിച്ചിട്ടുള്ളൂ. അതിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. CBI അന്വേഷണം ആവശ്യമില്ല, ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണം നടക്കട്ടെ, ഫെയർ, സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം തുടർന്ന് നടക്കട്ടെ, അതിന് കണ്ണൂർ റേഞ്ച് DIG മേൽനോട്ടം വഹിക്കട്ടെ, അതിൽ കുടുംബാംഗങ്ങളെ അന്വേഷണ പുരോഗതി അറിയിക്കട്ടെ എന്നത് മാത്രമാണ് അഡീഷണലായി ചേർത്തിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സർക്കാർ പറഞ്ഞത് അംഗീകരിക്കുന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് എന്ന് പറയാം. സലി, ഇതിനകത്ത് നിരാശരായ 2 കൂട്ടരൊന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ വാർത്തകൾ തുടങ്ങിയിരുന്നു. ഇന്ന് നവീൻ ബാബു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്ന് വിധി എന്നുള്ള അർത്ഥത്തിൽ ഒരുപക്ഷെ മറിച്ചായിരുന്നു, CBI അന്വേഷണത്തിന് ആയിരുന്നു ഉത്തരവിട്ടിരുന്നുവെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വിവാദത്തിനും ഒരു ആഘോഷത്തിനും കൂടി അവസരം ഒരുങ്ങുമായിരുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ആ ഒരു ആശ കൂടി പൊളിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ കാര്യങ്ങൾ വളരെ സുതാര്യമാണ്. ഈ വിഷയമുണ്ടായപ്പോൾ സർക്കാർ എടുത്ത നടപടികളിലൊന്ന്, അതിൽ PP ദിവ്യയ്ക്കെതിരെ എടുത്ത നടപടി, പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടി, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്, അതിനുശേഷം ആ കുടുംബത്തിൻ്റെ അടക്കം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള അന്വേഷണം, DIGയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഏറ്റവും ഉന്നതമായ അന്വേഷണം നടക്കുന്നു. അത് ഏറ്റവും സുതാര്യമായ രീതിയിൽ സർക്കാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് ഇക്കാര്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ എന്ന് പറയുകയും, പാർട്ടിയും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്ത്. പക്ഷേ അതൊന്നും പോരാഞ്ഞ് വീണ്ടും കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കൂടി ഏറ്റ തിരിച്ചടിയായി കൂടി തന്നെ വേണം ഈ ഹൈക്കോടതിയുടെ ഇടപെടലിനെ കാണേണ്ടത്. തീർച്ചയായും ശരി. കാരണം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തിയ നിക്ഷിപ്ത താല്പര്യങ്ങളും അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ കാണിച്ച വാശിയുമൊക്കെ നമുക്ക് പ്രകടമാണ്. അത് കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണ ഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെ രാഷ്ട്രീയമായി UDFന് അനുകൂലമായി മാറ്റി തീർക്കാൻ ഒരു പറ്റം മാധ്യമങ്ങൾ വലിയ തോതിൽ പരിശ്രമിച്ച ഒരു കേസാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന്. മറുവശത്ത് ഇത് പ്രതിക്കൂട്ടിൽ വരിക കോൺഗ്രസ് ലീഡർഷിപ്പോ UDF നേതൃത്വത്തിലോ ആരെങ്കിലും ആണെങ്കിൽ എങ്ങനെയാണ് അവർ നിശബ്ദത പാലിക്കുന്നത് എന്നുള്ള കാര്യം, വയനാട് ഒരു അച്ഛനും മകനും, KPCC ഭാരവാഹിയായിരുന്ന ഒരു അച്ഛനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമാനമായ എന്ത് നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്
എന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് LDF-നെതിരായി UDF അനുകൂലമായി ഉപയോഗിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം, ആ ദൗത്യമായിരുന്നു മാധ്യമങ്ങൾ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്ത അത് എത്രമാത്രം പ്രാധാന്യത്തോടെ ഇവർ കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് സംശയമുണ്ട്. അതൊരു വശം. മറുവശത്ത് UDF ആണ്. UDF ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ തീർത്തും ശ്രമിച്ച ഒരു സംഭവം കൂടിയാണ്. ദൗർഭാഗ്യകരമായ ഒരു ആത്മഹത്യയെ അത് CPM നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ വലിയ തോതിൽ മാധ്യമങ്ങളുടെ പിന്തുണയോടെ UDF-ഉം കോൺഗ്രസ് ലീഡർഷിപ്പും പ്രതിപക്ഷ നേതാവും ഒക്കെ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നും അതിന്റെ ശ്രമം ഏതായാലും ആ ശ്രമങ്ങൾക്ക് കൂടി ഏറ്റ വലിയ തിരിച്ചടിയായി തന്നെ വേണം ഇന്നത്തെ ഹൈക്കോടതിയുടെ ഈ നിലപാട്, ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. നിലവിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഹൈക്കോടതി പറഞ്ഞ വ്യക്തമായ കാര്യങ്ങൾ. സാലി തന്നെ തുടരുകയാണ്. സാലി, ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു വിമർശനം, അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മെച്ചപ്പെട്ട രീതിയിലുള്ള അന്വേഷണം, സുതാര്യമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട് സാധാരണ ഇത്തരം കേസുകളിൽ ഹൈക്കോടതി തന്നെ ചില പരാമർശങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു കേസ്, ആ കേസിൽ സംസ്ഥാന സർക്കാർ ശരിയായ നിലപാടെടുത്തു പോകുമ്പോൾ അന്വേഷണവും സുതാര്യമായും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിന് കിട്ടിയ അംഗീകാരം കൂടിയാണ്. എന്തൊക്കെയാണ് ഹൈക്കോടതി ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയ പരാമർശങ്ങൾ കൂടി? ഏതായാലും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. നിലവിൽ തുടരുന്ന അന്വേഷണം SIT അന്വേഷണം തന്നെയാകാം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തള്ളി. SIT അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ പ്രതികരണവും കൂടി വന്നിട്ടുണ്ട്. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ മേൽനോട്ടത്തിനായി കണ്ണൂർ റേഞ്ച് DIG ചുമതലപ്പെടുത്തിയ വിധി ആശ്വാസം നൽകുന്നതല്ലെന്നുകൂടി മഞ്ജുഷ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏതായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് സർക്കാരിനെ, ഒപ്പം തന്നെ CPM-നെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമം നടത്തിയ പ്രതിപക്ഷത്തിന് കൂടി കിട്ടിയ ഒരു തിരിച്ചടിയായി തന്നെ വേണം ഇന്നത്തെ ഹൈക്കോടതി ഇടപെടലിനെ കാണേണ്ടത്. അന്വേഷണം ദേശീയ ഏജൻസി CBI അന്വേഷിക്കേണ്ടതില്ല. നിലവിൽ നടക്കുന്ന അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം അങ്ങനെ തന്നെ തുടരാം. ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ ആശങ്കകൾ SIT കണക്കിലെടുക്കണമെന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ DIG-യുടെ മേൽനോട്ടത്തിലാകണം എന്നുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സാലി, ഇന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ എടുത്ത് ആവർത്തിച്ച് പറയുന്നതായിരിക്കാം ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്താണ് അക്കമിട്ട് കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മഞ്ജുഷയുടെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി? അതായത് ഓർഡറിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഉത്തരവിന്റെ അവസാനത്തെ പാരഗ്രാഫ് കോടതി ഓപ്പൺ കോർട്ടിൽ ജസ്റ്റിസ് കൗസർ വായിക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് CBI അന്വേഷണം ആവശ്യമില്ല, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തുടരട്ടെ, സ്വതന്ത്രവും നീതിപൂർവവുമായി അന്വേഷണം SIT തുടർന്ന് നടത്തട്ടെ, അതിന് റേഞ്ച് DIG മേൽനോട്ടം വഹിക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൽ ബന്ധുക്കളെ അന്വേഷണ പുരോഗതി കൃത്യസമയത്ത് അറിയിച്ച് അത് പരിഹരിക്കണം എന്നത് മാത്രമാണ് ഓപ്പൺ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ SIT-യുടെ അന്വേഷണത്തിൽ കോടതിക്ക് യാതൊരുവിധ അതൃപ്തിയുമില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല തൃപ്തികരമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് SIT-ക്കുള്ളത്. അങ്ങനെ SIT അന്വേഷണത്തെ പിന്തുണയ്ക്കുന്ന, ഇപ്പോൾ SIT എന്ന് പറയുന്നത് നമ്മുടെ ക്രൈംബ്രാഞ്ച് ആഭ്യന്തര സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തന്നെയുള്ള സംവിധാനമാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതിന് പ്രത്യേക അന്വേഷണ സംഘം SIT നിയോഗിച്ച് അവർ അന്വേഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പൂർണ്ണ തൃപ്തി ആണ് എന്ന് തന്നെ.